കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം ആനന്ദശയനമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അങ്ങനെ കണ്ട് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അരയിലെ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, ഒരു മഞ്ഞ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 4 തൃക്കൈകളുണ്ട്. അതായത് മഹാപ്രഭുവായിട്ടാണ്, ഗുരുവായൂരപ്പനായിട്ടാണ്, നാരായണനായിട്ടാണ് ഇന്നത്തെ ശ്രീലകത്തെ കാഴ്ച. ശംഖ് ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് 2 കൈയിൽ 2 താമര, അതും സ്വർണത്തിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്വർണ്ണമയാണ്. ശംഖ് ചക്ര ഗദാപത്മത്തിന് പകരം, ഗദയ്ക്ക് പകരം വീണ്ടും പത്മം തന്നെ കൊടുത്തു. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല കാഴ്ച തന്നെയാണ്. അതേപോലെ 2 തിരുമുടിമാല ഉണ്ട്, തെച്ചി തുളസിയായിട്ടുള്ളതും അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാല എന്താ വെച്ചാൽ തെച്ചിയും തുളസിയും കൂടെയുള്ള ഒരു വനമാല പോലെ, അങ്ങനെ നല്ല വലിയ ഉണ്ടമാല. അതേപോലെ തന്നെ 2 മുകളിൽ 3-4 തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. സോപാനപ്പടിയിൽ നിന്ന് തൊഴുന്നതായിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. ആ മഹാപ്രഭുവിനെ, നാരായണനെ, ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ഗണേശനെ കണ്ട് തൊഴാം, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തി അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതേപോലെ തന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അതേപോലെ തന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അതിനുശേഷം നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതിനുശേഷം ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണൻ ഒക്കെ കണ്ട് തൊഴാം. പിന്നെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും അതേപോലെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. ഭഗവാന്റെ നൃത്താറിയും കെടാവിളക്കും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് അടുത്ത അറയിലെത്തിയ കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിന് വസ്തേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന്
പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തി ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മഹാപ്രഭുവിനെ നാരായണനെ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയ മർദ്ദന രൂപിയെ കണ്ട് തൊഴാം. നേരെ വന്ന് നാരായണാലയത്തിൽ പോയിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അതിനുശേഷം ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.